ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ ഡിസിസി പ്രസിഡന്റ് സി.പി. മാത്യുവിന് പരിക്കേറ്റ സംഭവത്തിൽ കോൺഗ്രസിന്റെ വ്യാപക പ്രതിഷേധം. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയിലെമ്പാടും വൈകിട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെടുങ്കണ്ടത്തും ശക്തമായ പ്രതിഷേധ പ്രകടനമാണ് പ്രവർത്തകർ ഉയർത്തുന്നത്. നെടുങ്കണ്ടത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി.എ. ചേരുന്നു. ഇന്ന് ചെറുതോണിയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിലാണ് ഡിസിസി പ്രസിഡന്റായിട്ടുള്ള സി.പി. മാത്യുവിന് പരിക്കേറ്റത്. അദ്ദേഹം പോലീസുമായുള്ള സംഘർഷത്തിനിടയിൽ വീണ് പരിക്കേൽക്കുകയാണെന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും ഇപ്പോൾ ജില്ലയിലെമ്പാടും കോൺഗ്രസ് പ്രവർത്തകര് വലിയ പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നെടുങ്കണ്ടത്താണ്. നെടുങ്കണ്ടത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. നമ്മളോടൊപ്പം KPCC മീഡിയ വക്താവ് സേനാപതി വേണുവാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സാറിന് സൂക്ഷിച്ചോ പോലീസിന്റെ അല്ല, യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇന്ന് ജില്ലാ കോൺഗ്രസിന്റെ അധ്യക്ഷന് നേരെ പോലീസ് അതിക്രമം ഉണ്ടായത്. ഈ സ്വർണ്ണക്കൊള്ളക്കെതിരെ ഞങ്ങൾ നടത്തുന്ന ജനകീയ സമരം, ആ സമരത്തെ ചോരയിൽ മുക്കി സമരത്തെ തോൽപ്പിക്കാമെന്നാണ് പിണറായി വിജയന്റെ പോലീസും വിചാരിക്കുന്നത്. ഒരു പ്രകോപനവുമില്ലാതെ, കാരണം എത്രയോ സമരങ്ങൾ ഇടുക്കി കളക്ടറേറ്റിലും ഇടുക്കി താലൂക്ക് ഓഫീസിന് മുമ്പിലേക്കും കോൺഗ്രസ് പാർട്ടി നടത്തിയിരിക്കുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്നൊരു പ്രകോപനവുമില്ലാതെ സമരവുമായി സമരത്തിന്റെ മുൻനിരയിൽ നിന്ന സി.പി. മാത്യുവിന് നേരെ ലാത്തിയോങ്ങി അതിഭീകരമായി അടിക്കുകയും അദ്ദേഹത്തെ ഓടയിൽ തള്ളിയിടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ്. ഇത്രയും മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിന് നേരെ ഈ ജില്ലയിലെ പോലീസ് നടത്തിയ ക്രൂരമായ ലാത്തിചാർജിനും മർദ്ദനത്തിനുമെതിരെയാണ് ജില്ലയിലുടനീളം ഞങ്ങൾ പ്രതിഷേധവുമായിട്ട് വന്നിരിക്കുന്നത്. കുറ്റം ചെയ്തിരിക്കുന്ന മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ ഞങ്ങളുടെ സമരപരിപാടികൾ തുടർന്നു കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ തന്നെയാണ് ജില്ലയിലെമ്പാടും കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റം പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ പ്രതിഷേധ പ്രകടനങ്ങൾ തുടരുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. ജില്ലയിലാകെ പ്രതിഷേധം